ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് സബ്ജിയാണ്. അതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. നല്ല നീളമുള്ള ഒരു വഴുതനങ്ങ ആയിരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള 2 കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഇതേപോലെ തന്നെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. 2 ഉരുളൻകിഴങ്ങാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു വെണ്ടയ്ക്ക. അത് ഈ രീതിയിൽ തന്നെ അരിഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന മത്തങ്ങയാണ്. അത് ഇതാണ് ഇത്രയും ഞാൻ ഇട്ടു. അതും ഇതേപോലെ നമുക്ക് സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 സവാളയും 2 തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സവാള നന്നായി ചെറുതായിട്ട് ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/4 സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ചൂടാകുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് കൂടി പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 7 അണ്ടിപ്പരിപ്പ് പിളർന്നെടുത്തിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ച് ആ ഇഞ്ചിയുടെ പേസ്റ്റ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇളക്കി കൊടുക്കാം. എനിക്കിപ്പോ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഞാൻ അതുകൂടി ഇതിനകത്ത് ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അത് വീഡിയോ എടുത്തപ്പോ കിട്ടിയില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ഒഴിച്ച്, പിന്നെ ഈ വെള്ളമുള്ള പച്ചക്കറികൾ ഒഴിച്ച്, വെള്ളരിക്ക അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാം. ബാക്കി ഏത് പച്ചക്കറി ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അവസാനം നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ടു. ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോ ഉള്ളി വഴറ്റിയിട്ട് പച്ചക്കറിയും കൂടെ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ സാധാരണയായിട്ട് അത് വേഗം വെന്ത് കിട്ടുമായിരുന്നു. ഇതിപ്പോ അരക്കൂടി ഇട്ടിട്ട് പച്ചക്കറി ഇട്ടുകൊണ്ട് വേഗം എനിക്ക് പാടായിരിക്കും. ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ മിക്സഡ് സബ്ജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.